അപ്പോൾ ഈ 2.6 ഏക്കർ സ്ഥലത്ത് മൊത്തത്തോടെ ഒരു കെട്ടിടം പണിയുന്നതിന് പകരം ഇതിനെ ഒരു വോയിഡായിട്ട് പണിയാനാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രപ്പോസൽ FAR 3 വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 500 കാറിൻ്റെ പാർക്കിംഗ് വേണ്ടി വരും. എല്ലാ കാർ പാർക്കിങ്ങും ഭാവിയിൽ ഡബിൾ ആക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. 8 മീറ്റർ പൊക്കത്തിലുള്ള ഒരു ഡബിൾ ഹൈറ്റ് പവലിയനാണ്. ഇതൊരു പബ്ലിക് പ്ലാസയാണ്. നമസ്കാരം. 3 മാസം നീണ്ട വിവാദങ്ങൾക്ക് ഒടുവിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഈ മാസത്തെ കൗൺസിൽ യോഗം ചേർന്നിരിക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുൻപാണ് വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ R. സുഗതൻ കാപ്പ കേസിൽ അകപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിലാകുന്നത്. എന്തായാലും സുഗതൻ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3ാമത്തെ കൗൺസിൽ യോഗത്തിലും പങ്കെടുത്തില്ല എങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടമാകും എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും അത്തരത്തിലുള്ള പ്രചരണവുമായി CPM-ഉം കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. എന്തായാലും വലിയ വിവാദങ്ങൾക്ക് ഒടുവിൽ ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നിരിക്കുകയാണ്. മേയർ വന്നിരിക്കുകയാണ്. ആദ്യ ദൃശ്യങ്ങളിലേക്ക് നമുക്കറിയാം, 2027 സെൻസസ് നടന്നു വരികയാണ്. അതിൽ കേരളത്തിൽ ഏറ്റവും വലിയ കോർപ്പറേഷൻ നമ്മുടെ കോർപ്പറേഷനാണ്. നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി, അദ്ദേഹം ചാർജ് എടുത്തിട്ട് ആദ്യത്തെ കൗൺസിൽ യോഗത്തിലാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹമായിരുന്നു ഈ സെൻസസിൻ്റെ അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ. അതോടൊപ്പം തന്നെ നമ്മുടെ 5 പ്രധാനപ്പെട്ട HOD-മാർ ഈ സെൻസസിന് നേതൃത്വം കൊടുത്തിരുന്നു. ചാർജ് 1 ജില്ലാ എംപവർമെൻറ്റ് ഓഫീസർ സഖി, 2 അക്കൗണ്ട്സ് ഓഫീസർ വിജയകുമാർ, 3 DCS മണികണ്ഠൻ, 4 കൗൺസിൽ സെക്രട്ടറി ഷൈനി, 5 റവന്യൂ ഓഫീസർ അനിൽകുമാർ. കേരളത്തിൽ 6 കോർപ്പറേഷനുകളിൽ ഏറ്റവും ആദ്യം സെൻസസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഈ കൗൺസിൽ യോഗം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ 22 വാർഡുകളുടെ ചാർജ് ഉണ്ടായിരുന്ന കൗൺസിൽ സെക്രട്ടറി ഷൈനി, അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ, കേരളത്തിൽ തന്നെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച കൗൺസിൽ സെക്രട്ടറി ഷൈനിയെയും ഈ യോഗം അഭിനന്ദിക്കുകയാണ്. ഷൈനിയെ ഡയസിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. ഒരു കാര്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടാണ്. ഈ കൗൺസിൽ യോഗം നടന്ന് മുന്നോട്ട് പോകുന്ന ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് ഈ കൗൺസിലേഴ്സ് ഇരിക്കുന്ന കൗൺസിൽ ഹാൾ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാം. കൗൺസിലർ നടക്കുന്ന സമയത്ത് കൗൺസിലർമാരുടെ ഈ ഹാളിനുള്ളിൽ കയറി വിഷ്വൽ എടുക്കുന്നതും റിപ്പോർട്ടിങ്ങും ഒഴിവാക്കണം എന്ന് കൗൺസിൽ യോഗത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഫോട്ടോഗ്രാഫർമാർ കോർപ്പറേഷൻ്റെ ഔദ്യോഗിക രേഖകളിൽ ആവശ്യമുള്ള ഫോട്ടോകൾ എടുക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ഒഴികെയുള്ള ബാക്കി എല്ലാവരും നിങ്ങളുടെ പ്രവർത്തനത്തിനായി പരമാവധി കൗൺസിൽ ലോഞ്ച് ഉൾപ്പെടെയുള്ള ബാൽക്കണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഓൺലൈൻ മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ. കൗൺസിലേഴ്സ് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഫോൺ മുഖാന്തരം ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. ബ്യൂറോ ചീഫ്മാരെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 15/7/2026 നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മുടെ ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്ന സമയത്തും അതിനു മുൻപും നമ്മുടെ ഈ നഗരസഭാ മന്ദിരത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ള ആവശ്യം കൗൺസിൽ യോഗത്തിലും അല്ലാതെയുള്ള സംഭാഷണങ്ങളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച കഴിഞ്ഞ 6 മാസമായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15/7/2026 സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തത്. അന്ന് ആലോചിച്ചതനുസരിച്ച് 2000 മുതൽ നമ്മുടെ കോർപ്പറേഷനുമായി വിവിധ കാര്യങ്ങൾക്ക് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആർക്കിടെക്ട് അസോസിയേഷൻ്റെ നാഷണൽ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ B. സുധീർ ആർക്കിടെക്ട്, അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭ്യമായ വിവരങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ ഒരു
പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള കുറച്ച് രേഖകൾ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തയ്യാറാക്കി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിച്ച കാര്യങ്ങൾ ഇവിടെ നമ്മുടെ കൗൺസിൽ അംഗങ്ങളുടെ ശ്രദ്ധയിലേക്കായി അവരുടെ വിലയിരുത്തലിനായിട്ട് പ്രാഥമികമായിട്ട് സമർപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത ചർച്ചകളിലേക്ക് പോകാം. ആർക്കിടെക്ട് അദ്ദേഹത്തെ ക്ഷണിക്കും. സുധീർ. റിനോവേഷൻ അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിങ്ങിന്റെ ഒരു പ്രപ്പോസലായിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരാമതികൾ നമുക്ക് ഈ കെട്ടിടത്തിൽ ഉണ്ട്. 50 കൗൺസിലേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു കൗൺസിൽ ഹാളാണ്. ഇപ്പം തന്നെ നമുക്ക് 100 പേരുണ്ട്, അത് ചിലപ്പോൾ 200 ആയേക്കാം. അപ്പോൾ അതിനെല്ലാം ഉൾക്കൊള്ളുവാനുള്ള രീതിയിലും പിന്നെ ഓഫീസുകളുടെ പ്രവർത്തന രീതി, കോൺഫറൻസ് ഹാളുകൾ, അങ്ങനെ പല പല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം, ലോകോത്തര നിലവാരത്തിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു വലിയൊരു കാര്യം നമുക്കുള്ളത് വാഹന പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പരിമിതികൾ. നമുക്ക് ആകപ്പാടെ ഉള്ളത് ഇവിടെ 2.6 ഏക്കർ സ്ഥലമാണുള്ളത്, 2.66 ഏക്കേഴ്സ് ലാൻഡ്. അപ്പോൾ ഈ 2.6 ഏക്കർ സ്ഥലത്ത് മൊത്തത്തോടെ ഒരു കെട്ടിടം പണിയുന്നതിന് പകരം ഇതിനെ ഒരു വോയിഡായിട്ട് പണിയാനാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് കാണിക്കാം. കാര്യം നമ്മൾ സാധാരണ ഒരു 5 സെന്റുള്ള ഒരു കെട്ടിടം ആലോചിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കെട്ടിടം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള സ്ഥലം വളരെ കുറവായിരിക്കും. അതിനു പകരം ഈ കെട്ടിടത്തിനെ നമ്മൾ എലിവേറ്റ് ചെയ്ത് ഒരു പബ്ലിക് പ്ലാസ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ഒരു പബ്ലിക് പ്ലാസ, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രാരംഭമായിട്ട് ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. ചുവപ്പ് കെട്ടിടവും വായിക്കാൻ തോന്നുന്നു. നീല കെട്ടിടമാണ് ബാക്കിൽ കാണുന്ന എൽ ഷേപ്പിൽ കാണുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൗൺസിലുള്ള പിങ്ക് കളറിലുള്ളതാണ്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് താഴെ കാണിക്കുന്നത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പച്ച കളറിൽ കാണിക്കുന്നു. കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ്. വടക്ക് വശത്ത് റോഡാണ്, തെക്ക് വശത്ത് ഹോസ്റ്റലാണ്, പടിഞ്ഞാറ് വശത്ത് റോഡാണ്. അപ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടൊരു കോർണർ പ്ലോട്ടാണ് നമുക്കുള്ളത്. ഇതാണ് ബിൽഡിംഗ് റൂൾസ്. ഞാനിതിലേക്ക് ഒരുപാട് പോകുന്നില്ല. നമുക്ക് FAR മാക്സിമം കിട്ടുന്നത് 3 ആണ്. അപ്പോൾ 3 കിട്ടിയാൽ മാത്രമേ നമുക്ക് മാക്സിമം ബിൽഡബിലിറ്റി കിട്ടത്തുള്ളൂ. നമുക്കൊരു കൺസ്ട്രെയിൻ ഉള്ളത് ഇവിടെ ഹെറിറ്റേജ് സോണാണ്. ഹെറിറ്റേജ് സോൺ ആയതുകൊണ്ട് നമുക്ക് ഹെറിറ്റേജിന്റെ റൂൾസ് പാലിക്കണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈറ്റിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലൊന്നാണ്. അതുകൊണ്ട് എയർപോർട്ടിന്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് 37 മീറ്റർ പൊക്കം മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 3 നില നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, അത്രയും കൂടി കൂടുതൽ പണിയാൻ വേണ്ടി. കാർ പാർക്കിംഗ് ഫെസിലിറ്റി നമ്മുടെ ഇപ്പോഴത്തെ പ്രപ്പോസൽ FAR 3 വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 500 കാറിന്റെ പാർക്കിംഗ് വേണ്ടി വരും. അപ്പോൾ 3 നില താഴോട്ട് പോയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ 1 നില താഴോട്ട് പോകാതെ തന്നെ നമുക്ക് കിട്ടും. കാര്യം നമ്മുടെ പ്ലോട്ട് ഓൾറെഡി ചെരിഞ്ഞ് കിടക്കാണ്. നമ്മുടെ കന്നിമൂല ഭാഗം സൗത്ത് വെസ്റ്റ് സൈഡ് താന്നും നോർത്ത് ഈസ്റ്റ് പൊങ്ങിയാണ് കിടക്കേണ്ടത്. വാസ്തുപ്രകാരം നേരെ തിരിച്ചാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ലെവലാക്കിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബേസ്മെന്റ് കിട്ടി. പിന്നെ 2 നില നമ്മൾ താഴോട്ട് കുഴിക്കണം. ഇതാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഫോം. കാര്യം 200 പേർക്ക് ഇരിക്കാവുന്ന കപ്പാസിറ്റിയുള്ള ഒരു കൗൺസിൽ ഹാൾ തന്നെ വളരെ വലുതാണ്. അപ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുക്കാണ് സ്ഥലം കണ്ടെത്തുക. ബാക്കി 3 സൈഡും ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഡയറക്ഷനാണ് സൗത്തും വെസ്റ്റും. അതുകൊണ്ട് മാക്സിമം ഓഫീസ് ഏരിയ എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് ബേസ്മെന്റ് 3 ആണ്. ഇതിൽ 180 കാറിന്റെ പാർക്കിംഗ് ഉണ്ട്. എല്ലാ കാർ പാർക്കിങ്ങും ഭാവിയിൽ ഡബിൾ ആക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാര്യം ഒരു കാറിന്റെ മുകളിൽ നമുക്ക് മെക്കാനിക്കലായിട്ട് ഒരു കാറും കൂടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം 180 എന്നുള്ളത് 360 നമുക്ക് ഭാവിയിൽ മാറ്റാം. അപ്പോൾ 500 കാർ എന്നുള്ളത് 1000 കാറായിട്ട് ഭാവിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബേസ്മെന്റ് 1 ആണ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു എൻട്രി ഉണ്ട്. എൻട്രി, ഇതൊരു ഡ്രോപ്പ് ഓഫ് പോയിന്റ്, എക്സിറ്റ്. ഈ എൻറ്റയർ ഏരിയ നമ്മൾ ഒരു പബ്ലിക് പ്ലാസ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോമൺ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ലിഫ്റ്റ്, സ്റ്റെയർ കേസ്. ഇതൊരു ഓപ്പൺ എയർ തിയേറ്റർ ആണ്. ഓപ്പൺ എയർ അല്ല, ക്ലോസ്ഡ് ആണ്. പക്ഷെ ക്ലോസ്ഡ് മീൻസ് റൂഫ്ഡ് ആണ്, പക്ഷെ ഓപ്പൺ എയർ തിയേറ്റർ ആണ്. ഇതായിരിക്കും ഇതിന്റെ എൻട്രി വരിക.
ഇവിടെ നമുക്ക് താഴോട്ടിറങ്ങി പോകാം. ഇത് 8.5 മീറ്റർ വീതിയുള്ള റാമ്പാണ്. ഇതിനകത്തൂടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. അപ്പം സേഫായിട്ട് ആൾക്കാർക്ക് വന്നു. ഈ പ്ലാസ ഏരിയയിൽ എങ്ങും നമ്മൾ കാറൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഓപ്പൺ എയർ തിയേറ്റർ പറഞ്ഞത്. ഇതായിരിക്കും ഓപ്പൺ എയർ തിയേറ്റർ. ഗ്രൗണ്ട് ഫ്ലോർ ഇങ്ങനെ ഇരിക്കും. 8 മീറ്റർ പൊക്കത്തിലുള്ള ഒരു ഡബിൾ ഹൈറ്റ് പവലിയൻ ആണ്. ഇതൊരു പബ്ലിക് പ്ലാസയാണ്. ഇതിന്റെ ഹോസ്റ്റൽ സൈഡാണിത്. ഇതിൽ 2 എസ്കലേറ്റർ ഉണ്ട്. മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിപ്പോവാം. ഇതാണ് ആ പ്ലാൻ. അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഉണ്ടാവും. ആൾക്കാർക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിക്കാനും ഒക്കെ ആയിട്ടും സമയം സ്പെൻഡ് ചെയ്യാനും ഇവിടെ ഉപയോഗിക്കാം. ഇതായിരിക്കും ഫസ്റ്റ് ഫ്ലോർ ഏരിയ. ഇതാണ് പ്ലാസ താഴെ കാണുന്നത് ഓപ്പൺ എയർ തിയേറ്റർ. ഇവിടെയാണ് ഷോപ്സ് വരിക. ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെയാണ് കൗൺസിൽ ഹാൾ ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും വരുന്നത്. കോർപ്പറേഷൻ ഓഫീസ് ഇവിടെയാണ്. കൗൺസിൽ ഹാൾ ഇല്ലാതെ തന്നെ ഒരു ഫ്ലോറിൽ നമുക്ക് 36,000 സ്ക്വയർ ഫീറ്റ് കിട്ടും. ഇപ്പം നമ്മുടെ ഈ എൻറ്റയർ ബിൽഡിങ്ങിൽ 36,000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അത് ഒരു ഫ്ലോറിൽ തന്നെ കിട്ടും. ഇതായിരിക്കും പുതിയ കൗൺസിൽ ഹാൾ. 200 പേരുടെ കപ്പാസിറ്റിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് ഗ്യാലറിയിൽ 650 പേരുടെ വിസിറ്റേഴ്സ് ഗാലറി, പ്രസ് ഗാലറി എല്ലാം ഉണ്ടാവും. ബാക്കി കൗൺസിലേഴ്സിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അങ്ങനെ ഹെഡ്സിൻ്റെ റൂംസ്, പിന്നെ മേയേഴ്സ് ഗാലറി, അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഗാലറി ഏരിയ വരുന്നത്. 3rd ഫ്ലോർ ആണ്. ഓഫീസുകളൊക്കെ ഇങ്ങനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും. ഇപ്പോഴുള്ള പോലെ പെയിന്റ് അടിക്കുക അങ്ങനെയൊന്നും വേണ്ട. എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഹൈടെക് ഓഫീസായിരിക്കും. അപ്പം ഒരുപാട് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിനകത്ത് നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്ക് പല രീതിയിലുള്ള ബോർഡ് റൂംസ്, പല കപ്പാസിറ്റി ഉള്ള ബോർഡ് റൂംസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് പില്ലർ ഇല്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂംസ് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. ചെറിയ മീറ്റിങ്ങുകൾ നടത്തണമെങ്കിലും നമുക്ക് നമ്പർ ഓഫ് റൂംസ്, ഇപ്പോഴില്ലാത്ത ഫെസിലിറ്റി എല്ലാം കൊടുക്കാമെന്നുള്ളതാണ് ഉദ്ദേശം. ഇത് 2-3 നിലകൾ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് മുകളിലേക്കുള്ള ഫ്ലോറുകൾ. അതിനുവേണ്ടിയാണ് ഈ ഫ്ലോറുകൾ ഉപയോഗിക്കുക. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കും മറ്റ് കോർപ്പറേഷനിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും മുനിസിപ്പൽ ആൾക്കാർക്കും അല്ലെങ്കിൽ മേയർക്കും ഒക്കെ താമസിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് റെസിഡൻഷ്യൽ ഏരിയ 36,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വരിക. 3 നില പാർക്കിംഗ് ഉണ്ട്. 1000 കാറിൻ്റെ പാർക്ക് ചെയ്യാം. പ്ലാസ ഏരിയ, കോർപ്പറേഷൻ്റെ ഫ്ലോർ, മേയറുടെ ചേംബർ, കൗൺസിൽ ഹാൾ, ഇത് ഗാലറി ഫ്ലോർ. ഇവിടെ തൊട്ട് 1, 2, 3, 4 ഫ്ലോർ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഓവറോൾ ഈ 2.6 ഏക്കേഴ്സിനകത്ത് നമുക്കുള്ളത് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം എല്ലാ ബിൽഡിങ്ങും കൂടെ കൂട്ടിയിട്ടുള്ളത്. നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് 6 ലക്ഷം സ്ക്വയർ ഫീറ്റോളം കിട്ടുന്നു. അതിൻ്റെ 4 ഇരട്ടി നമ്മൾ കിട്ടുകയാണ്. ഇത് കുറച്ച് 3D വ്യൂസ് ആണ്. ഇതിനകത്ത് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മതിലുകൾ കെട്ടി അടച്ച് ഒരു കോട്ട പോലെ അല്ല ചെയ്തേക്കുന്നത്. വളരെ തുറന്നിട്ടിട്ട് ഒരു ഓപ്പൺ സമീപനമാണ് ബിൽഡിങ്ങിലോട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ബയോഫിലിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കെട്ടിടം. ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അങ്ങനെ കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ ബ്രിക്കിന്റെ ഒരു ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത് ഈ ഹെറിറ്റേജ് സോണുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നേപ്പിയർ മ്യൂസിയം, നമ്മുടെ എല്ലാ ബിൽഡിങ്ങുകളും ബ്രിക്ക് ക്ലാഡിംഗ് ആണ്.
അപ്പോൾ ഇത് നിരവധി കാലമുള്ള ഒരു ആവശ്യം, അതിൻ്റെ ഒരു തുടക്കം എല്ലാവർക്കും ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയാണ്. ബാക്കി ഡീറ്റെയിൽ ചർച്ചയൊക്കെ നമുക്ക് പിന്നീടാകാം. വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ കെട്ടിടം ഏകദേശം 60 വർഷത്തിന് മുൻപ് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ഇന്നിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. പുതിയ സെൻസസ് വരുമ്പോൾ 13-14 ലക്ഷം ജനസംഖ്യ തിട്ടപ്പെടുത്തപ്പെടുന്ന ഈ നഗരം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൗഢിയിലേക്ക് അതിൻ്റെ നഗരഭരണം കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തും ഉണ്ടാകുന്നു. അതിന് അഡ്മിനിസ്ട്രേഷൻ കേന്ദ്രീകരിക്കുന്ന നഗരസഭയുടെ കാര്യാലയം, നഗരസഭ ഓഫീസൊക്കെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളിലേക്കും മറ്റും എത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റവും ബഹുമാനപ്പെട്ട മേയറുടെ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടിന് നഗരസഭാ കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയറും സെക്രട്ടറിയും ഒക്കെ നേതൃത്വം കൊടുത്തൊരു സബ് കമ്മിറ്റിയും മറ്റുമൊക്കെ രൂപീകരിക്കേണ്ട ആവശ്യങ്ങളുണ്ടാകും. അതിലേക്കും അങ്ങ് എത്രയും വേഗത്തിൽ കടന്ന് കൃത്യമായി സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ കഴിയണം. വളരെ വേഗത്തിൽ തന്നെ അടുത്ത കൗൺസിൽ പുതിയ കെട്ടിടത്തിലേക്ക് നടത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് എത്ര വേഗത്തിൽ കഴിയുമോ അതിലേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ത്വരിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് കടക്കണമെന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ കൗൺസിൽ തന്നെ ഈ കാലാവധി തന്നെ തീർന്നങ്ങോട്ട് മാറ്റണമെന്നാണ് മേയർ എന്നുള്ള നിലയ്ക്കുള്ള ആഗ്രഹം. എന്തായാലും നമുക്ക് അടുത്ത സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യാം. എന്തായാലും കൗൺസിൽ തുടങ്ങിയ ആദ്യ നിമിഷത്തിൽ തന്നെ പൊട്ടിത്തെറികളൊന്നും തന്നെ ഉണ്ടായില്ല. ആദ്യമായി മേയർ മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് നഗരസഭയുടെ പുതിയ കെട്ടിടവുമായി ബന്ധപ്പെട്ടാണ്. അതായത് പുതിയ കെട്ടിടം പണിയാൻ പോകുന്നു, എങ്ങനെയാണ് ആ കെട്ടിടം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർക്കിടെക്ട് LED വാളിൽ മേയറുടെ പുറകുവശത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്ത് അതെല്ലാവർക്കും തന്നെ കാണാമായിരുന്നു. എന്തായാലും പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാർ ഒന്നും തന്നെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒന്നും തന്നെ കൈയടിച്ചില്ല. BJP കൗൺസിലർ മാത്രമാണ് ഇത് കൈയടിച്ച് അംഗീകരിച്ചത്. ക്യാമറമാൻ ഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.